بسم الله والحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فبلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وتركنا على البيضاء ليلها كنهارها لا يزيغ عنها إلا هالك فصلوات ربي عليه وعلى آله وأصحابه الطيبين الطاهرين وسلم تسليما مزيدا إلى يوم الدين أما بعد. നേരത്തെ ഹനീഫ് പറഞ്ഞതുപോലെ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, അതൊരു ഹക്കാണ്. നസീഹത്ത് ചോദിച്ചാൽ നസീഹത്ത് നൽകുക എന്നുള്ളത്, അതുപോലെ അറിവുള്ള ഒരു കാര്യം ചോദിച്ചാൽ ആ അറിവ് മറച്ചു വെക്കാതിരിക്കുക എന്നുള്ളത്, അതൊക്കെ ബാധ്യതയിൽപ്പെട്ടതാണ്. അങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് ഞാൻ 2-3 ചെറിയ കാര്യങ്ങൾ ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തെ ജീവിതം അത് കലങ്ങി മറിഞ്ഞ് കാലുഷ്യങ്ങൾ നിറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുള്ളൂ. وأنت تريدها صفوا من الأقدار والأكدار جبلت على كدر وأنت تريدها صفوا من الأقدار والأكدار. ഐഹിക ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു അതിന് നൽകിയിട്ടുള്ള അതിന്റെ നേച്ചർ തന്നെ, ഐഹിക ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവം തന്നെ കദറാണ്, കലങ്ങി മറിഞ്ഞ് കാലുഷ്യങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ഐഹിക ജീവിതത്തെ നീ ഉദ്ദേശിക്കുന്നത് സുഫുവൻ, ഒരു കലക്കുമില്ലാതെ തെളിഞ്ഞ സ്വച്ഛമായ വളരെ സെറീനായിട്ട് കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നു. മിനൽ അഖ്ദാർ വൽ അക്ദാർ, എല്ലാവിധ കലക്കുകളിൽ നിന്ന് എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമായി തെളിഞ്ഞു കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നു. നടക്കൂല. പക്ഷെ ഭൗതിക ജീവിതം കാലുഷ്യങ്ങൾ നിറഞ്ഞതായിരിക്കും, അതതിന്റെ ബേസിക് നേച്ചറാണ്. അങ്ങനെയുള്ള ഈ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ ആവശ്യങ്ങൾ വരും, ആ ആവശ്യങ്ങൾ ചോദിക്കണം. ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും, അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ തടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് പറയണം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞത്, അലാ ഉഖ്ബിറുക്കും ബിശൈ ഇദാ നസല ബിറജുലിൻ മിൻകും കർബുൻ ഔ ബലാ മിൻ ബലായ ദുനിയ ദആ ബിഹി യുഫർരിജ് അൻ. ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് ദുനിയാവിൽ നിന്നുള്ള വല്ല വിഷമങ്ങളോ അല്ലെങ്കിൽ ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽപ്പെട്ട ഒരു പരീക്ഷണമോ ബാധിച്ചാൽ അവനൊരു ദുആ ചെയ്യട്ടെ. ആ ദുആ അവൻ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ നിമിത്തം അള്ളാഹു അവനകപ്പെട്ട വിഷമവൃത്തത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് അവന് ഫറജ് നൽകും, വിടുതി നൽകും, വിശാലത നൽകും. അങ്ങനെയുള്ള ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഫഖീല ലഹു ബലാ യാ റസൂലല്ലാഹ്. അപ്പോ സഹാബിമാര് പറഞ്ഞു, അതേ നബിയെ, അങ്ങനെയുള്ള ഒരു ദുആ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തത് ദുആഉ ദിന്നൂൻ. ദുആഉ ദിന്നൂൻ, ദുന്നൂൻ എന്ന് പറയുന്നത് മഹാനായ പ്രവാചകൻ, മഹാനായ റസൂൽ നബി യൂനുസ് അലൈഹിസ്സലാമാണ്. വദഹബ ദന്നൂൻ മുഗാളിബൻ വളന്ന അല്ലൻ നഖ്ദിറ അലൈഹി വനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട് അല്ലാഹ്. അങ്ങനെ പ്രബോധന രംഗം അദ്ദേഹം ഒഴിവാക്കി, ദേഷ്യപ്പെട്ട് ആ രംഗം വിട്ടുപോയി. കാരണം അപ്പോഴുണ്ടായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ വളന്ന അല്ലൻ നഖ്ദിറ അലൈഹി, അങ്ങനെ ആ രംഗം വിട്ടൊഴിഞ്ഞാൽ പിന്നെ നമ്മൾ അദ്ദേഹത്തെ പിടികൂടില്ല, നമുക്ക് അദ്ദേഹത്തെ പിടികൂടാൻ കഴിയില്ല എന്ന് കരുതിപ്പോയി. ആ സമയത്താണ് അങ്ങനെ കടൽ തീരത്ത് അദ്ദേഹം ചെല്ലുമ്പോൾ ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുന്നതും മത്സ്യത്തിന്റെ
വയറിനകത്ത് കുറെ കാലം കഴിച്ചു കൂട്ടേണ്ടി വരികയും ചെയ്തത്. ആ മത്സ്യത്തിന്റെ വയറിനകത്ത് കഴിച്ചു കൂട്ടുമ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധം അദ്ദേഹത്തിന് ബോധ്യം വരികയാണ്. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്ത ആ ദുആയാണ് ഉദ്ദേശിക്കുന്നത്. വനാദാ ഫിൽ ളുലുമാത്ത്, ആ ഇരുട്ടിന്റെ അറകളിൽ അവിടെ വെച്ച് ഏകാന്തനായി അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ദുആ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ദുആ എന്ന് പറഞ്ഞാൽ തരണേ കൊടുക്കണേ. നമ്മളെ ലഫ്ളുകളൊക്കെ വളരെ പ്രയാസമാണ്. നബിമാരത് കുറച്ചും കൂടി രസകരമായ ലഫ്ളുകളായിരിക്കും, മനോഹരമായ മാന്യമായ വളരെ ടച്ചിങ് ആയിട്ടുള്ള ലഫ്ളായിരിക്കും. അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ആദ്യം അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള അവകാശങ്ങൾ അത് കൊടുത്തിട്ട് വേണം ചോദിക്കാൻ. ലാ ഇലാഹ ഇല്ല അൻത, അതാദ്യം തഹ്ഖീഖ് ചെയ്തു. ഉലൂഹിയത്തിലുള്ള ഏകത്വം തഹ്ഖീഖ് ചെയ്തു. നീയല്ലാതെ ന്യായമായി ഇബാദത്ത് ചെയ്യപ്പെടാൻ അവകാശപ്പെട്ട ഒരുത്തനുമില്ല. ഭൂലോകത്ത് പലരെയും ആരാധിക്കുന്നുണ്ടാകാം സൃഷ്ടികൾ, പക്ഷെ അതൊക്കെ അന്യായമാണ്. എന്നാൽ ന്യായമായി ഇബാദത്ത് ചെയ്യപ്പെടേണ്ടത് നിന്നെ മാത്രമാണ്, നീയല്ലാതെ ഒരു ഇലാഹുമേ ഇല്ല. സുബ്ഹാനക്. രണ്ടാമതായി അവിടെ പറയുന്നത് അസ്മാഇലും സുഫാത്തിലുമുള്ള അള്ളാഹുവിന്റെ ഏകത്വത്തെയും അവന്റെ അദ്വിതീയത അതാണ് പിന്നീട് പറയുന്നത്. അവന്റെ അതുല്യത അതാണ് അവിടെ പറയുന്നത്. അള്ളാഹുവിന് നിരക്കാത്ത പല കാര്യങ്ങളും അള്ളാഹുവിലേക്ക് അവന്റെ പടപ്പുകൾ ചേർത്ത് പറയാറുണ്ട്. അവന്റെ പേര് പടപ്പുകൾക്ക് കൊടുക്കും, പടപ്പുകളുടെ പേര് അവന് കൊടുക്കും. തമ്പുരാന്, തമ്പുരാട്ടി, ഈ ജാതി വാക്കുകളൊക്കെ ഉപയോഗിക്കും. അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ അവന്റെ സൃഷ്ടികളിലേക്ക് ചാർത്തും. സൃഷ്ടികളിൽ കണ്ടുവരുന്ന ന്യൂനതയുടെ ഗുണങ്ങൾ അള്ളാഹുവിലേക്ക് ഇങ്ങോട്ട് ചാർത്തിന്ന് വരും. അള്ളാഹു പുത്രന്മാരെ സ്വീകരിച്ചു, പുത്രിമാരെ സ്വീകരിച്ചു എന്നൊക്കെ ഇതുപോലെയുള്ള അതിഗുരുതരമായ ആരോപണങ്ങൾ പറയും. ഇങ്ങനെ അള്ളാഹുവിന് ഒരു നിലക്കും യോജിക്കാത്ത, നിരക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ അവനെക്കുറിച്ച് അവന്റെ പടപ്പുകൾ പറഞ്ഞുണ്ടാക്കുന്നുവോ ആരോപിക്കുന്നുവോ ആ ആരോപണങ്ങളിൽ നിന്നൊക്കെ എന്റെ റബ്ബിനെ ഞാൻ ഉയർത്തുന്നു, അവന്റെ പരിശുദ്ധിയെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു, അവനെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാനക്, അതാണ് സുബ്ഹാനന്റെ അർത്ഥം. നിന്റെ ആ വിശുദ്ധി ഞാൻ ഉയർത്തി നിന്നെ ഞാൻ വാഴ്ത്തുന്നു. അപ്പൊ തൗഹീദ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റുബൂബിയത്തിലെ തൗഹീദ്, ഉലൂഹിയത്ത് പറഞ്ഞാൽ അതിൽ സ്ഥിരപ്പെട്ടു. പിന്നെ അസ്മാ സിഫാത്തിലുള്ള തൗഹീദ് അതും പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹിന്റെ തൗഹീദ് അംഗീകരിച്ചിട്ട് പറഞ്ഞു, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അതിക്രമം ചെയ്തവരിൽ പെട്ടുപോയി. ഞാൻ അവിടെ ഉണ്ടായിരുന്ന വിഷമങ്ങൾ അത് സഹിച്ചു നിൽക്കണമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എനിക്കത് സഹിക്കാൻ പറ്റാതെ ഞാൻ ആ വേദി വിട്ടത്, ആ രംഗം ഉപേക്ഷിച്ചത്, അത് തെറ്റായി ഉൽമായി ഞാൻ ളാലിമീങ്ങളിൽ പെട്ടുപോയി. ഈ ദുആ ഇത് ഖുർആനിൽ അല്ലാഹ് എടുത്തുദ്ധരിച്ചത് അതിലുള്ള ഇബ്റത്തിനും, അതുപോലെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ വിഷമവൃത്തത്തിൽ, പ്രതിസന്ധിയിൽ നമ്മൾ അകപ്പെടുമ്പോൾ അള്ളാഹിനോട് ചോദിക്കേണ്ട ദുആയുടെ വാക്കുകൾ ഇങ്ങനെയാകണം, ഈ വാക്കുകളിലാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനുമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് ഒരു വിഷമം ബാധിച്ചാൽ, ഒരു വിഷമസന്ധിയിൽ അകപ്പെട്ടാൽ, ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽപ്പെട്ട ഒരു പരീക്ഷണം അയാൾക്കുണ്ടായി കഴിഞ്ഞാൽ അവന് ദുആ ചെയ്യാനുള്ള ഒരു ദുആ ഞാൻ പറഞ്ഞുതരാം. ആ ദുആ അയാൾ ചെയ്താൽ അയാൾ അകപ്പെട്ടിരിക്കുന്ന വിഷമവൃത്തത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തിന് വിടുതൽ കൊടുക്കും. അത് ദുന്നൂൻ നടത്തിയ ദുആയാണ്, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതിലെല്ലാം ഇതൊരു ഭാഗത്ത് നമ്മൾ അകപ്പെടുന്ന വിഷമങ്ങൾക്ക് നമുക്ക് അള്ളാഹിന്റെ അടുക്കൽ നിന്ന് രക്ഷ കിട്ടാൻ, അള്ളാഹിന്റെ കാവലും സഹായവും വരാൻ, നമുക്ക് ഫറജ് വരാൻ, വിടുതി കിട്ടാൻ നമ്മൾ ദുആ ചെയ്യേണ്ട ലഫ്ള് ഇതാണ്. അതിന്റെ കറക്റ്റ് ലഫ്ള് അതാണ്. ഇനി അതേ സന്ദർഭത്തിൽ നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ടാവും. ആവശ്യങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ, അത് വളരെ പ്രസ്സിംഗ് ആയിട്ടുള്ള നീഡ്, അത്യാവശ്യങ്ങൾ ഉണ്ടായിന്ന് വരും. അങ്ങനെ നമ്മുടെ ദുന്യാവിന്റെ അത്യാവശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കുറെ സ്വത്തിട്ട അല്ലെങ്കിൽ അങ്ങനത്തെ അല്ല. ദുനിയാവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദീനില് പരീക്ഷണം വരാതിരിക്കുക എന്നുള്ളതാണ്, ശുബ്ഹാത്തില് അകപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. വലാ തജ്അൽ മുസീബത്തനാ ഫീ ദീനിനാ,
ഞങ്ങൾക്ക് ബാധിക്കുന്ന മുസീബത്ത് ദീനിലുള്ള മുസീബത്താക്കരുത് എന്ന് ദുആ വന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ദുനിയാവിന്റെ കാര്യം ചോദിക്കാൻ നേരനോട് കൂടിയിട്ട് വെറും സ്വത്തും പിന്നെ സൗകര്യങ്ങളും പ്രതാപങ്ങളും പിന്നെ ആസ്വാദനങ്ങളും എന്ന് മനസ്സാദ്യം തന്നെ അതിലേക്ക് പോകണ്ട. ദുനിയാവിൽ ഒരു മനുഷ്യന് സൗഭാഗ്യം കിട്ടാൻ, ദുനിയാവിലെ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ നല്ല നിലക്ക് ജീവിച്ചാൽ അത് പരലോകത്തേക്ക് ഉപകരിക്കും. ആ ദുനിയാവിന്റെ കാര്യം, ദുനിയാവിന്റെ ആവശ്യം, അതിൽ ചിലത് ദുനിയാവിൽ തന്നെ തീരുന്നതായിരിക്കും, അധികവും അത് പരലോകത്തേക്ക് കൂടി നീളുന്നതായിരിക്കും. ഇങ്ങനെ ദുനിയാവിൽ അവനുണ്ടാകുന്ന ആവശ്യങ്ങൾ, അവന്റെ ഇഹപര സൗഭാഗ്യത്തിനു വേണ്ട ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ ചോദിക്കാൻ എന്ത് ചെയ്യണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുന്നുണ്ട്. ഉമ്മു സുലൈം ജാഅത്ത് ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലിംനി കലിമാത്തിൻ അദ്ഉ ബിഹിൻ, എനിക്ക് കുറച്ച് വചനങ്ങൾ പറഞ്ഞു തരണം, ആ വചനങ്ങൾ കൊണ്ട് എനിക്ക് അള്ളാഹിനോട് ദുആ ചെയ്യണം, അവന്റെ മുന്നിൽ ഇരക്കണം, അതിന് പറ്റിയ കുറച്ച് ദുആ പഠിപ്പിച്ചു തരും, വചനങ്ങൾ പഠിപ്പിച്ചു തരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബിന്റെ കൂടെ സഹാബിമാരായി ജീവിച്ച അവര് ദുആന്റെ വാക്ക് നബിനോട് വന്ന് ചോദിക്കുക. നമ്മൾ ദുആ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഫോർജ് ചെയ്ത് തല്ലിക്കൂട്ടി ലഫ്ള് ഉണ്ടാക്കുക. ഉമ്മുസുലൈം വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ദുആ ചെയ്യാൻ, അതിന് ഉചിതമായ ദുആന്റെ ലഫ്ള് പഠിപ്പിച്ചു തരൂ നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുസബ്ബിഹീനല്ലാഹ അശ്റ, അള്ളാഹിനോട് നീ ദുആ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ദുആ ആദ്യം സുബ്ഹാനല്ലാഹ് എന്ന് 10 തവണ പറയാം. സുബ്ഹാനല്ലാഹിന്റെ അർത്ഥം നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, അള്ളാഹിന്റെ പടപ്പുകൾ, അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവനിലേക്ക് ചേർത്ത് പറയുന്നു, പ്രവർത്തിക്കുന്നു. അത്തരം കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ഉയർത്തുകയും അതിൽ നിന്ന് അള്ളാഹുവിനെ ഉയർത്തി അവന്റെ ആ വിശുദ്ധി, അവന്റെ ആ മഹത്വം അത് വാഴ്ത്തുകയും ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത് വതഹ്മദീനഹു അശ്റ, അള്ളാഹുവിന് അത് കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഭാര്യ ഇല്ല, അള്ളാഹ്ക്ക് കുട്ടികളില്ല, അള്ളാഹ് അങ്ങനെയല്ല ഇല്ല എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ല, അതൊന്നും അള്ളാഹ്ക്കില്ല എന്ന് അതിൽ നിന്ന് അള്ളാഹിനെ മുക്തനാക്കി അള്ളാഹിന്റെ വിശുദ്ധി ഉയർത്തിപ്പിടിക്കുമ്പോൾ പിന്നെ അള്ളാഹ്ക്ക് എന്താ ഉള്ളത്? എന്തെല്ലാമാണ് അള്ളാഹ്ക്കുള്ളത്? അള്ളാഹുവിനുള്ളത് സിഫാത്തുൽ കമാൽ, പൂർണ്ണതയുടെ എല്ലാ ഗുണവിശേഷങ്ങളും, പൂർണ്ണതയുടെ ഗുണവിശേഷങ്ങൾ അള്ളാഹുവിനുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനവന്റെ സൃഷ്ടികൾക്ക് അളവറ്റ അനുഗ്രഹങ്ങൾ ചെയ്യുന്നവനുമാണ്. ഈ ഗുണവിശേഷങ്ങൾ ഏതൊക്കെ? അത് നമുക്ക് ആലോചിച്ചുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് അള്ളാഹു തന്നെ അവന് ഏതെല്ലാം ഗുണവിശേഷങ്ങളുണ്ട് എന്ന് അവൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അൻത കമാ അസ്നൈത അലാ നഫ്സിക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഇങ്ങനെ സ്തുതിക്കുന്ന സമയത്ത് അള്ളാഹുവിനുള്ള പൂർണ്ണതയുടെ ഗുണങ്ങൾ പറയുന്നിടത്ത് റസൂലുള്ള പറഞ്ഞത് അൻത കമാ അസ്നൈത അലാ നഫ്സിക, നിന്റെ ആ പൂർണ്ണതയുടെ ഗുണവിശേഷങ്ങളോ ഏതൊക്കെ എന്ന് ഞാൻ ആലോചിച്ചുണ്ടാക്കി പറയുന്നില്ല, പറയാൻ പറ്റൂല. മറിച്ച് കമാ അസ്നൈത അലാ നഫ്സിക, നിന്നെക്കുറിച്ച് നീ എങ്ങനെയാണോ വർണ്ണിച്ചത്, എന്താണോ നീ നിന്നെക്കുറിച്ച് വർണ്ണിച്ചത്, നിന്നെ വർണ്ണിക്കാൻ ഏത് വാക്കാണോ നീ ഉപയോഗിച്ചത്, അതേ വാക്കുകളിൽ അതേ കാര്യങ്ങളിൽ നിന്നെ ഞാൻ പുകഴ്ത്തുന്നു. അല്ലാതെ സ്വന്തമായിട്ടൊന്നും നബിമാര് പറയാറില്ല. അതുകൊണ്ടാണ് സലാമുൻ അലൽ മുർസലീൻ, മുർസലീങ്ങൾക്ക് അള്ളാഹ് സലാമത്ത് കൊടുത്തു എന്ന് ഖുർആൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം അവർ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് ലി സലാമത്തി മാ ഖാലൂ, അള്ളാഹിനെ കുറിച്ച് അവർ പറഞ്ഞത് അത്രയും സുരക്ഷിതാണ്, അവരെ മകണ്ടാക്കുന്നതല്ല. അള്ളാഹിനെ കുറിച്ച് എന്ത് വിശേഷണം പറഞ്ഞു അത്, അള്ളാഹിനെ കുറിച്ച് വിശേഷിപ്പിക്കാൻ ഏത് വാക്ക് ഉപയോഗിച്ചോ അത് ആവർത്തിക്കാണ് ചെയ്യുന്നത്. അതാണ് അൻത കമാ അസ്നൈത അലാ നഫ്സിക. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് വർണ്ണിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളിൽ വർണ്ണിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് മുഴുവനും അള്ളാഹ്ക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ സ്തുതിക്കുന്നു, അവനെ പ്രകീർത്തിക്കുന്നു. അങ്ങനെ അതാണ് അൽഹംദുലില്ലാഹ്. അത് 10 തവണ അതും ചെയ്യും. തഹ്മദീന അല്ലാഹ അശ്റ, അള്ളാഹുവിനെ നീ 10 തവണ ഹംദ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വതുകബ്ബിരീനഹു അശ്റ, സുബ്ഹാനല്ലാഹ് 10, അൽഹംദുലില്ലാഹ് 10, പിന്നെ അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ പറയാൻ കഴിയില്ല, പറഞ്ഞാൽ തീരാത്തൊരു സംഭവമാണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വല്ലാഹു മുഹീത്തുൻ ബികുല്ലി ഷൈ. അള്ളാഹിന്റെ ആ ഇഹാത്തത്തുൻ സമാനിയ വ ഇഹാത്തത്തുൻ മക്കാനിയ, അതിലുള്ള അവന്റെ ആ മഹത്വവും അവന്റെ ആ വലിപ്പവും,
അതാണ് അള്ളിംഹു ബിത്തൗഹീദ്. അവന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അവന്റെ ഏകത്വത്തിലാണ്. അവൻ ഏകനാണ്. ആ ഏകത്വത്തിന് ഒരു വലിപ്പുണ്ട്. ആ വലിപ്പം നാം പറയാൻ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് നേരത്തെ പറഞ്ഞ ഈ ആയത്താണ്. ഹുവൽ അവ്വലു വല്ലാഹിറു വല്ലാഹിറു വൽ ബാത്തിൻ അൻതൽ അവ്വലു ലൈസ ഖബ്ലക ശൈ അൻതൽ ആഖിർ ലൈസ ബഅദക ശൈ എന്ന് പറഞ്ഞ ഹദീസിൽ വിശദീകരിച്ചിട്ടുള്ള ആ ഇഹാത്ത സമാനിയ ഇഹാത്ത മക്കാനിയ കൂടിയിട്ടുള്ള ആ തൗഹീദിലുള്ള അവന്റെ ഏകത്വം കൊണ്ടുവരുന്ന ആ വലിപ്പം, അല്ലാഹു അക്ബർ. വേറെ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, വേറെ പല സ്ഥലത്തും നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞ് വേറൊരാളെ ബോധ്യപ്പെടുത്താൻ വിഷമിക്കുന്നൊരു വലിയ വിഷയമാണ് അല്ലാഹു അക്ബർ. അതിൽ തൗഹീദാണുള്ളത്. അവന്റെ അളമത്ത് എന്ന് പറഞ്ഞാൽ അള്ളിംഹു ബിത്തൗഹീദ്. തൗഹീദ് കൊണ്ടാണ് അവന്റെ അളമത്ത് സ്ഥിരപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് അത് അല്ലാഹു അക്ബർ. അത് 10 തവണ പറയാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞതിന് ശേഷം സുമ്മ സലീ ഹാജതകി, നിന്റെ ഹാജത്ത്, ദുന്യാവിന്റെയും ദീനിന്റെയും, ഈ ലോകത്തേക്ക് വേണ്ടതും പരലോകത്തേക്ക് വേണ്ടതും. ചിലത് ഈ ലോകത്ത് തന്നെ ഒതുങ്ങുന്നതായിരിക്കും, ചിലത് അത് പരലോകത്തേക്ക് കൂടി നീളുന്നതായിരിക്കും. ഈ ലോകത്ത് ഒതുങ്ങുന്നതിന് നമ്മൾ ഐഹികമായത് എന്ന് പറയും. ഈ ലോകത്തേക്കും പരലോകത്തേക്കും നീണ്ടു നിൽക്കുന്നതിന് നമ്മൾ അത് ചിലപ്പോൾ ഉഹറവിയായത് എന്ന് പറയും. അങ്ങനെ നിന്റെ ഹാജത്ത് എന്താണോ ആ ഹാജത്ത് നീ അള്ളാഹിനോട് ചോദിച്ചാൽ ഖാൽ, അള്ളാഹ് പറയും ഫഅൽതു 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 ഫഅൽതു. നീ ചോദിച്ചല്ലോ, അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ 2 കാര്യം ഞാൻ പറഞ്ഞു തന്നു. ഒന്ന്, ബുദ്ധിമുട്ടിയാലേ ഇന്ന് രക്ഷപ്പെടാനുള്ള വഴി. മറ്റൊന്ന്, ദീനിന്റെയും ദുന്യാവിന്റെയും ആവശ്യങ്ങൾ നേരിടുമ്പോൾ അത് ചോദിക്കാനുള്ള ഏറ്റവും നല്ല വഴി. സുബ്ഹാനല്ലാഹ് 10. സുബ്ഹാനല്ലാഹ് 10 എന്ന് പറയല്ല കേട്ടോ. സുബ്ഹാനല്ലാഹ് 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 അങ്ങനെ 10 തവണ. അതാ തസ്ബീഹിന്റെ മാന ഉൾക്കൊണ്ടിട്ട് നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി അള്ളാഹിനെ അങ്ങോട്ട് പ്രകീർത്തിക്കുന്നു. അത് അള്ളാഹിനെ കുറിച്ചില്ല, അള്ളാഹുവിലേക്ക് മറ്റുള്ളവർ ചേർത്തിട്ടുള്ള എല്ലാ തെറ്റായ കാര്യങ്ങളെയും ഇല്ല അല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് അതിൽ നിന്ന് അവനെ ഉയർത്തി വാഴ്ത്തിക്കൊണ്ടുപോകലാണ്. എന്നാൽ അവൻ എന്തൊക്കെ ഉണ്ട് അത് അൽഹംദുലില്ലാഹ് ഹംദൻ അലാ കമാലി വഹംദൻ അലാ ഇഫ്ളാലി. അത് അൻത കമാ തനൈത അലാ നഫ്സിക, നിനക്കുണ്ട് എന്ന് നീ പറഞ്ഞ കാര്യങ്ങൾ, അത് ഏത് വാക്ക് പറയണം നീ പഠിപ്പിച്ചുവോ ആ വാക്കുകളിൽ നിനക്കുള്ള മഹാവിധകൾ ഞാൻ ചൊല്ലുന്നു. അൽഹംദുലില്ലാഹ് 10 തവണ. അല്ലാഹു അക്ബർ, അത് അല്ലാഹു അക്ബർ. അതിലും വലിയൊരു വാക്ക് വേറല്ല. വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹു അക്ബർ ഫകബ്ബിർ ഐ അള്ളംഹു ബിത്തൗഹീദ്. എന്നിട്ട് നീ നിന്റെ ആവശ്യം ചോദിച്ചാൽ അള്ളാഹ് പറയും ഫഅൽത് ഫഅൽത്. ചോദിച്ചതിന് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പല രൂപത്തിലായിരിക്കും. ചിലപ്പോൾ അതിലും വലുത് തന്നു തരും, ചിലപ്പോൾ തൽക്കാലം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ തന്നു തരും, ചിലപ്പോൾ അതല്ല തരിക, വേറെന്തെങ്കിലും തരിക, ചിലപ്പോൾ സമാനമായൊരു ഉപദ്രവം തടുക്കായിരിക്കും, ഇത് കിട്ടലായിരിക്കൂല. അത് ഏതാണോ നമ്മൾക്ക് നന്നാവുക എന്നുള്ളത് നമുക്കല്ല അറിയാം, അള്ളാഹ്ക്ക് അറിയാം. അത് അള്ളാഹ് ചെയ്തോളും. അള്ളാഹിന്റെ ഇജാബത്തുണ്ടാവും. ഇനി എനിക്ക് കുറേ കാര്യങ്ങളുടെ മാതിരി പറയാനുണ്ട്. ഇനി ഒന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. നമ്മളെ ഒരു സ്മാർട്ട്നെസ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്മാർട്ട്നെസ് എവിടെ? മുഅ്മിനായ ഒരു മനുഷ്യൻ സ്മാർട്ട് ആവാതെ നമ്മൾ പറയണ്ടല്ലോ. ആ സ്മാർട്ട്നെസ് എങ്ങനെ? അത് ജസ്റ്റ് അത് മാത്രം ഞാൻ പറയാം. അത് നബിയിൽ നിന്ന് മർഫൂആയിട്ട് അഊൻ ഇബ്നു അബ്ദുള്ളയിൽ നിന്ന് മൗഖൂഫായിട്ട് 2ഉം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിൽ പറയണത് അലാ ഇന്നൽ ഹിൽമ വൽ ഹയാ വൽ അയ്യുൽ ലിസാനി ല അയ്യുൽ ഖൽബ് വൽ ഫിഖ് മിനൽ ഈമാൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഹിൽമ്, ഹയാ, അയ്യ്, ഫിഖ്, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ അത് ഈമാനപ്പെട്ടതാണ്. ഒരു മുഅ്മിനാണ് സ്മാർട്ടായ ഒരു മുഅ്മിൻ എന്ന് പറയണമെങ്കിൽ 4 കാര്യം തോത്താൽ മതി. ഹിൽമ്, പക്വത, വിവേകം, പല വാക്കുകളും നമ്മൾ പറയും. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ഉദ്ദേശിച്ച കാര്യമായിക്കൊണ്ട് വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 2 ഭാഷ ഒത്തു പോകാത്ത പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ പക്വതാലും ചിലപ്പോൾ വിവേകം എന്നൊക്കെ പറയും. പക്ഷെ തമ്മിൽ കുറച്ച് കയറി അറിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും തൽക്കാലത്തേക്ക് ഞാനത് പറയല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. 2ാമത്തത് ഹെൽമിന്റെ പുറമെ പറഞ്ഞിട്ടുള്ള കാര്യം അൽ ഹയാവുമാണ്.
ഹയാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലജ്ജ എന്ന് പറയുമ്പത്തിന് ഒരു പുതിയണ്ട് പോകണം അങ്ങനെ കരുതണ്ട. അത് ഇബ്നു റജബ് അർബഈനിന്റെ ശർഹ് കൊടുത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അൻ തഹ്ഫള റഅസക മിമ്മാ വഅ, നിന്റെ തലയിൽ നീ കയറ്റുന്ന കാര്യം നല്ലതല്ലാത്ത കാര്യങ്ങൾ കയറ്റാതിരിക്കലാണ്. അനാവശ്യമായ കാര്യം തലയെ കയറ്റുന്നത് ഹയാവിന് വിരുദ്ധാണ്. എല്ലാ ചപ്പും ചവറും വേണ്ടതും വേണ്ടാത്തതും ദീനിന് വിരുദ്ധമായതും നമ്മളെല്ലാ ദീനും ഹിഷ്മത്തും ഒക്കെ പാഴാക്കി കളയണ എല്ലാം തലയെ കയറ്റരുത്. അതുപോലെ തന്നെ നിന്റെ വയറിൽ വരുന്നത് ഹറാമായ ഒന്നും ഹലാലല്ലാത്തൊന്നും വയറ്റിൽ വരാതിരിക്കാൻ വേണ്ടി നോക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ് ഹയാ. അല്ലാതെ ഇങ്ങനെ ചുണ്ടിൽ വിരലും കടിച്ച് ഇങ്ങനെ നിൽക്കുക, അതല്ല ഹയാ. ഈ പറഞ്ഞ ഹയാ എന്ന് പറഞ്ഞാൽ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഈമാന്റെ ഭാഗമാണ്, ശാഖയാണ്. അപ്പൊ ഹയാവ് ഒന്ന് ഹെൽമു വേണം, രണ്ട് ഹയാവ് വേണം. മൂന്നാമത് പറഞ്ഞ കാര്യം അയ്യുൽ ലിസാൻ ല അയ്യുൽ ഖൽബ്. ഒരു പൊട്ടൻ, ഒരു പോയത്തക്കാരൻ എന്നാണ് ചിലപ്പോൾ അയ്യനെ പറ്റി പറയാം. പോയത്തക്കാരനാണ് പറയാ. കണ്ട ഒരു പോയത്തക്കാരനാന്ന് തോന്നും. ഓനങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞപ്പോഴോ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. ഓനൊരു മൊയന്തുമാതിരി ഇങ്ങനെ നിന്നു. നമ്മളൊരു മൊയന്ത് എന്നൊക്കെ പറയില്ല അവരുടെ നാടൻ ഭാഷയിൽ. എന്നാൽ അവന്റെ ആ മൊയന്ത് അല്ലെങ്കിൽ ആ അയ്യ സ്വഭാവം, അയ്യാറിനെ ശരിക്കും വിക്കനാ പറയാ. വേണ്ടതുപോലെ വാചകം അടിക്കാൻ പറ്റാത്ത, നന്നായി സംസാരിക്കാൻ പറ്റാത്ത ഒരാൾക്കാണ് അയ്യ എന്ന് പറയാം. അവന് വിക്കുള്ളത് അല്ലെങ്കിൽ ഈ മൊയന്തത്തരം വരുന്നത് നാവുമ്പോ മാത്രമാണ്. ലായ്യുൽ ഖൽബ്, അവന്റെ മനസ്സ് ക്ലീനാണ്, ക്ലിയറാണ്, വ്യക്തമാണ്. എല്ലാ കാര്യത്തെക്കുറിച്ചും അവന് വളരെ വ്യക്തമായ ധാരണ ഉണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതിൽ അവൻ ഉറച്ചു നിൽക്കുന്ന ആളാണ്. പക്ഷെ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അവൻ ഈമാനിന്റെ ഭാഗമായിട്ട് അവന് ഒരു അയ്യത്തരം കാണിക്കും, ഒരു പാവത്താനായിട്ട് നിൽക്കുള്ളൂ. അത് ആ പാവത്താൻ, അതിന് കുറച്ചും കൂടി അടുത്ത് വരാവുന്ന ഒരു വാക്ക് പാവത്താനാണ്. പിന്നെ വൽ ഫിഖ്, ദീനിനെ കുറിച്ചും ദുന്യാവിനെ കുറിച്ചും, ദീനിനെ കുറിച്ചുള്ള അറിവ് അവനുണ്ട്. ദീനിനെ കുറിച്ച് അറിവ് നേടുന്ന ഒരാൾ ദുന്യാവിൽ പൊട്ടലാവൂല, പേടിക്കണ്ട. സഹാബത്തിനെ ഇത്തിബാഴ് ചെയ്യുക എന്നുള്ളതാണ് ദീനിന്റെ അസ്വല്. സഹാബത്തിന് ഇത്തിബാഴ് ചെയ്താൽ യസീദു അൽ അഖൽ വദ്ദീൻ വൽ ഖുലുഖ്, അത് ബുദ്ധി കൂട്ടുന്ന പരിപാടിയാണ്. ബുദ്ധി വർദ്ധിപ്പിക്കാൻ പല പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ടാവും. ആ കളി, ഈ കളി, അത് ഇത് മനസ്സിലായില്ലേ? പിന്നെ അതിനുള്ള ഒരുപാട് പരിപാടികളുണ്ട്, ഒരുപാട് എക്സർസൈസുകളുണ്ട്, ഒരുപാട് കുറുക്കു വഴികളുണ്ട്. അതൊന്നും വേണ്ട. സ്വഹാബത്തിനെ ഇത്തിബാഴ് ചെയ്താൽ അത് ദീനു ഹുലുഖും, അഖലും ദീനു ഹുലുഖും വർദ്ധിപ്പിച്ചു. ഓക്കെ, വളരെ നേരെയുള്ള കാര്യം തന്നെയാണ്, സത്യമാണ്, അനുഭവങ്ങളുമാണ്. നമ്മൾ അനുഭവം അതിനെ സത്യപ്പെടുത്തുന്നു. അത് ഞാൻ പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ തന്നെ ഒരു വാചകമാണ്, എന്നുള്ള ഇഖ്തിബാസാണ്. അങ്ങനെ ഫിഖ്, ദീനിലെ ഫിഖ് നേടിയാൽ അത് ദുന്യാവിന്റെ കാര്യം ഭദ്രാക്കും. അപ്പോ ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവനാണ് ഒരു സ്മാർട്ടായ മുഅ്മിൻ. അൽ ഹൽമു വൽ ഹയാ വൽ അയ്യുൽ ലിസാൻ ല അയ്യുൽ ഖൽബ്. കുറെ വാചകടിച്ചോണമെന്നില്ല. അപ്പോ അങ്ങുള്ളടത്ത് അവനൊരു പാവത്താനായിട്ട് നിൽക്കുള്ളൂ. പക്ഷെ കാര്യത്തെക്കുറിച്ച് അവന് അവൻ്റെതായ നിശ്ചയങ്ങളുണ്ട്, ബോധ്യങ്ങളുണ്ട്, അവന്റെ സ്റ്റാൻഡ് ഉണ്ട്. പക്ഷെ അത് നാവില് അവൻ അങ്ങനെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്ത് പറഞ്ഞ് എന്നിട്ട് ഇതാക്കാൻ നിൽക്കൂല. ഫിഖ് ഉണ്ട്. ഇതൊപ്പിച്ച് സ്മാർട്ടാവാൻ നമുക്ക് കഴിയണം. ബുദ്ധിമുട്ടിയാൽ എന്ത് ചെയ്യണം? ആവശ്യം വന്നാൽ എന്ത് ചെയ്യണം? നമ്മുടെ പേഴ്സണാലിറ്റിയെ എങ്ങനെ മോൾഡ് ചെയ്യണം? ഈ 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കുറെ കാര്യമൊക്കെ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഹാദാ വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.